RSSും BJPയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ലെങ്കിലും അവരുടെ രാഷ്ട്രീയം അവർ കൃത്യമായി BJP എന്ന പാർട്ടിയിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നു. RSS എന്ന സംഘടനയിലൂടെ വളർന്നു വന്നവരാണ് പിൽക്കാലത്ത് BJPയുടെ തലപ്പത്ത് എത്തിയത്. അത് നരേന്ദ്രമോദി തന്നെ അങ്ങനെയാണ്. നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ RSS പ്രൊഡക്റ്റുകളാണെന്നതാണ് വാസ്തവം. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. 10 വർഷത്തെ അധികാരത്തിലൂടെ RSSന് മുകളിലേക്ക് വളർന്ന BJP ഇന്ന് RSSന് പുല്ലുവിലയാണ് നൽകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ വെറും ആരോപണം മാത്രമല്ല, BJPക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി RSSൻ്റെ ആവശ്യമില്ല എന്നതാണ്. ഇങ്ങനെ പറഞ്ഞത് വെറും ഡൂക്കിലി നേതാവല്ല, BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയാണ്. RSSൻ്റെ സഹായത്തോടെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് BJP മുന്നോട്ടു പോയെന്നാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പറഞ്ഞിരിക്കുന്നത്. RSSൻ്റെ സഹായം ആവശ്യമായിരുന്ന കാലത്തിൽ നിന്ന് പാർട്ടി വളർന്നുവെന്ന് നഡ്ഡ തുറന്നു പറഞ്ഞിരിക്കുന്നു. BJPക്ക് ഇപ്പോൾ സ്വയം പ്രാപ്തിയുണ്ട് എന്നാണ് നഡ്ഡയുടെ പരാമർശം. ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് നഡ്ഡയുടെ ഈ പരാമർശം വന്നത്. RSS ആശയങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ അകലുന്നതായി കടുത്ത RSS അനുഭാവികൾ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് JP നഡ്ഡയുടെ ഈ പ്രതികരണം വന്നത്. നഡ്ഡയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു, RSSനെ ആവശ്യമായിരുന്നു. എന്നാൽ ഞങ്ങൾ വളർന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ശേഷിയുള്ളവരാണ്. BJP സ്വന്തമായി പ്രവർത്തിക്കുന്നു. അതാണിപ്പോഴുള്ള വ്യത്യാസമെന്നും നഡ്ഡ പറഞ്ഞിരിക്കുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്ന് BJPയിലെ RSS സാന്നിധ്യം എങ്ങനെയാണ് മാറിയത് എന്ന ചോദ്യത്തിനായിരുന്നു നഡ്ഡയുടെ ഈ മറുപടി. RSS ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയാണ്. BJP ഒരു രാഷ്ട്രീയ സംഘടനയാണ്. RSS ഒരു പ്രത്യയശാസ്ത്ര സംഘടനയാണ്. എന്നാൽ BJP കാര്യങ്ങൾ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുന്നുവെന്നും നഡ്ഡ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് BJP RSS നയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതായും അതിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നില്ല എന്നും RSSനോട് ചേർന്നു നിൽക്കുന്നവരും തീവ്ര ഹിന്ദുത്വവാദികളും വിമർശിച്ചിരുന്നു. ആ വിമർശനം സത്യമാണെന്നാണ് നഡ്ഡ പറഞ്ഞത്. ഒരു കാലത്ത് BJP സർക്കാരിനെ പോലും പുറമേ നിന്ന് നിയന്ത്രിച്ചിരുന്നത് RSS ആണെന്ന് നമുക്കറിയാം. ആ പതിവ് ഇനി ഉണ്ടാകില്ലെന്നാണ് നഡ്ഡ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെതിരെ RSS എന്തായാലും രംഗത്ത് വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. BJPയെ ഒരു പാഠം പഠിപ്പിക്കാൻ ചിലപ്പോൾ പഴയ കുറുവടിയെടുക്കാനും RSS മടിക്കില്ല എന്നും ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു.